ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ഈ ഒരു സാരി എങ്ങനെ ഭംഗിയായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പ്രീപ്ലീറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഇതെങ്ങനെ ഭംഗിയായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് അയൺ ചെയ്ത് വെക്കുക എന്നുള്ളതും പിന്നെ എങ്ങനെയാണ് ഭംഗിയായിട്ട് മടക്കുക എന്നുള്ളതൊക്കെ 2 വീഡിയോസായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക, ഞാൻ അതിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ സാരി എങ്ങനെയാണ് നമുക്ക് ഭംഗിയായിട്ട് കൊടുക്കാമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് സാരിയുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് വരുന്നത്. ഇത് സാരിയുടെ എൻഡ് ഭാഗം, അതായത് ഉടുക്കുന്ന ഭാഗമാണ്. ആദ്യമേ തന്നെ ചെയ്യേണ്ടത് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. സാരിയുടെ എൻഡ് ഭാഗം ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് വച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന ഈ ഫ്രണ്ട് പ്ലീറ്റ്സ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം മാത്രമാണ് ഈ സാരിയുടെ എൻഡ് ഭാഗം പാവാടയിലോട്ട് ടക്ക് ചെയ്യാൻ പാടുള്ളൂ. പട്ടുസാരിയൊക്കെ ടക്ക് ചെയ്യുമ്പോൾ ഒതുക്കി തന്നെ ടക്ക് ചെയ്യുക. സാധാരണ എല്ലാ സാരികളും അങ്ങനെ ഒതുക്കി തന്നെയാണ് ടക്ക് ചെയ്യേണ്ടത്. പക്ഷേ പട്ടുസാരി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മുഴച്ച് നിൽക്കാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഒതുക്കുക. ഒതുക്കിയതിന് ശേഷം ഫ്രണ്ട് പ്ലീറ്റ്സ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഭാഗം കൂടി റൈറ്റിലുണ്ട്, അതും കൂടി ഒന്ന് എടുത്തിട്ട് ലെഫ്റ്റിലോട്ട് ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ഭാഗത്ത് എക്സ്ട്രാ വരുന്നത് കുറവായിരിക്കും. അപ്പോൾ താഴത്തെ പ്ലീറ്റ്സ് ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് വരുന്ന രീതി തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എടുക്കേണ്ടത് മുന്താണിയുടെ പ്ലീറ്റ്സാണ്. മുന്താണി പ്ലീറ്റ്സ് ഇതുപോലെ എടുത്തിട്ട് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി എടുക്കുന്നത് ഹിപ്പ് പ്ലീറ്റ്സ് ആണ്. ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് 2 പ്ലീറ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലീറ്റ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 സേഫ്റ്റി പിൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്ലീറ്റ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മേളിൽ തന്നെ ഒന്നുകൂടി എടുത്ത് 2 പ്ലീറ്റ് എടുത്തിട്ട് സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് താഴോട്ട് 2 പ്ലീറ്റ്സും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പ്ലീറ്റ്സ് ഒന്നും എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി പിന്നിൽ തന്നെ 3-4 പ്ലീറ്റ്സ് എടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ പ്ലീറ്റ്സും എടുത്തിട്ടുണ്ട്. രണ്ടാമതും ഞാൻ 2 പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈ 2 പ്ലീറ്റ്സും കൂടി ആദ്യം സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തില്ലേ, അതിൻ്റെ മേളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സെക്യൂർ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിട്ട് ഹിപ്പ് പ്ലീറ്റ്സ് ഇരിക്കുന്നുള്ളതാണ്. ഇനി ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ് എടുക്കാനുള്ളത്. ഫ്രണ്ട് പ്ലീറ്റ്സിൻ്റെ ആ മേളിലത്തെ സേഫ്റ്റി പിൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട് സാരി പൗഡറിലിട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഒതുക്കി തന്നെ ടക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗം ഭയങ്കരമായിട്ട് മുഴച്ചിരിക്കും. ഇനി ഒതുങ്ങിയതിന് ശേഷം താഴത്തെ സേഫ്റ്റി പിൻ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പ്ലേറ്റ്സിൽ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു മുന്താണിക്ക് പ്ലീറ്റ്സിൻ്റെ, അതായത് മുന്താണിയുടെ ലെങ്ത്ത് കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് വലിച്ച് സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാരി ഡ്രിപ്പിംഗ് ഇവിടെ കഴിഞ്ഞേക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമല്ലോ എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ കിട്ടിയിരിക്കുന്നുള്ളത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. കൂടുതൽ സാരി ഡ്രിപ്പിംഗ് വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. അതിൽ ഒത്തിരി സാരി ഡ്രിപ്പിംഗ് വീഡിയോസ് ഉണ്ട്, ടിപ്സും ട്രിക്സൊക്കെ ഉണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.